ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് 720 ഔട്ട് ഓഫ് 720 കിട്ടിയ 44 കുട്ടികൾക്ക് മാർക്ക് നഷ്ടപ്പെട്ട് അവർ റാങ്ക് ലിസ്റ്റിൽ പിന്തള്ളപ്പെട്ടു. അതായത് എക്സാമ്പിൾ പോലും മാറിയിട്ടില്ല. ഇതിലുള്ള സെയിം സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് റീ റിസൾട്ട് വന്നപ്പോൾ ആദ്യം കിട്ടിയ 4 മാർക്ക് കൂടാതെ 1 മാർക്ക് നെഗറ്റീവ് മാർക്ക് ഉൾപ്പെടെ 5 മാർക്ക് നഷ്ടപ്പെട്ടു. ഇതൊരിക്കലും നിങ്ങൾക്ക് വരരുത്. അതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് റീഡ് ചെയ്ത കുട്ടികൾക്ക് പോലും ഇത് ആൻസർ ചെയ്യാം. ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് ANJ ഫ്രം RKNX. സോ നീറ്റ് 2026 എയിം ചെയ്യുന്ന, ഡ്രീം ചെയ്യുന്ന നിരവധി കുട്ടികളുണ്ടല്ലേ. അപ്പോൾ ഈ വർഷത്തെ അലോട്ട്മെന്റ് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഒന്നും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സീറ്റ് ആയിരിക്കില്ല ഈ ഒരു വർഷം നമുക്ക് കിട്ടിയത്, അല്ലെ? നിങ്ങളുടെ റാങ്ക് വെച്ച് അല്ലെങ്കിൽ നിങ്ങൾ എയിം ചെയ്തൊരു സ്കോറിലേക്ക് എത്താൻ പറ്റാത്ത കുട്ടികളുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചെറിയ മാർക്കിന്റെ വ്യത്യാസത്തിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിലേക്കോ കോഴ്സിലേക്കോ എത്താൻ പറ്റാത്തവരുണ്ടാവും. അവർ നിരാശപ്പെടരുത്. അലോട്ട്മെന്റ് പ്രോസസ്സ് അങ്ങനെ നടന്നോട്ടെ, നമുക്ക് അതിന്റെ സ്കോപ്പും കാര്യങ്ങളും ഒക്കെ വെയിറ്റ് ചെയ്യാം. എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ട് എന്ന് പറയുന്നത് നീറ്റ് 2026 നമ്മുടെ അടുത്തേക്ക് എത്തുകയാണ്. ഇനി ഒരു 6-7 മാസങ്ങൾ, അതായത് ഒരു 200 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 220 ഡേയ്സ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അല്ലെങ്കിൽ ഈ വർഷം +2 ഓൺഗോയിങ് സ്റ്റുഡൻസ് നീറ്റ് 2026 എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അവരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് മിസ് പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കാണുക. ഇത് 100% ഈ വരുന്ന നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. ഇത് കൂടാതെ ഒരുപാട് ക്ലാസ്സുകളും കോണ്ടന്റ്സും ഷോർട്സും ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും. നന്നായിട്ട് NCERT ബേസ് ചെയ്ത് ഒക്കെ ഫോളോ ചെയ്ത് അടിപൊളിയായിട്ട് ഇനി വരുന്ന നീറ്റ് എക്സാം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരു തവണ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തളരരുത്, വിഷമിക്കരുത്. അവസരം നമ്മുടെ മുന്നിലുണ്ട്. 1-2 വർഷം മിസ്സായെങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സും കോളേജും അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ 1 ഇയർ 2 ഇയർ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരും. എനിക്കറിയാം, ഈസി ആയിട്ടുള്ള കാര്യമല്ല, വളരെ കഠിനമായിട്ടുള്ള ഹാർഡായിട്ടുള്ള കാര്യമാണ്. 1-2 മാർക്കിന്റെ വ്യത്യാസത്തിലൊക്കെ നഷ്ടമാകുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. പക്ഷെ വിഷമിക്കരുത്, അവസരം നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല. 26 എഴുതി എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ വഴി. സോ ആ വഴിയിലേക്ക് നിങ്ങളെ എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളത് NCERTയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ 10% നിങ്ങൾ ഫോളോ ചെയ്യേണ്ട നിങ്ങളുടെ 2026 നീറ്റ് ജേർണിയിൽ നിങ്ങൾക്ക് ആ ഡ്രീമിലേക്ക് നിങ്ങൾ എത്തിക്കാൻ പോകുന്ന നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗൈഡ് ആയിരിക്കും NCERT. അതെങ്ങനെ വായിക്കണം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പൊ ആദ്യമായിട്ട് നീറ്റ് എക്സാമിലേക്ക് വരുന്ന കുട്ടികൾക്കൊക്കെ സംശയമുണ്ട്, NCERT ആണോ, ഏത് ടെക്സ്റ്റ് ബുക്കാണ് ആദ്യം പഠിക്കേണ്ടതെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഈ ഗൈഡ് യൂസ് ചെയ്താൽ നല്ല മാർക്ക് കിട്ടുമോ, ആ ഗൈഡ് യൂസ് ചെയ്താൽ നല്ല മാർക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതും വായിക്കേണ്ടതും NCERT ആണ്. NCERT ആണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുക, നിങ്ങളുടെ സ്കോർ നിർണ്ണയിക്കുക. ആ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ 25-ലെയും 24-ലേക്ക് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. NCERT എങ്ങനെയാ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്? ഡയറക്റ്റ് ആയിട്ടാണോ, എങ്ങനെയൊക്കെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമോ എന്നൊക്കെ സംശയമുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. യെസ് മക്കളെ, ഒരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ ആണ്, 24-ലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ റിയേജൻ with which glucose does not react to give the corresponding test or products are. ഞാൻ കെമിസ്ട്രി ആണ് എടുത്തിരിക്കുന്നത്. ബിക്കോസ് കെമിസ്ട്രി ആണ് ഞാൻ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട്. അതുകൊണ്ട് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റിയ കെമിസ്ട്രി ആയിരിക്കും. അപ്പൊ ഇതൊന്ന് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന +2 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കള് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പോർഷനിലെ ഇപ്പോൾ ചിലപ്പോൾ +2 ഓൺഗോയിങ് സ്റ്റുഡൻസ് ഈ ചാപ്റ്റർ ഒന്നും എത്തിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുവാണ് എങ്ങനെയാണ് NCERT എന്ന് ക്വസ്റ്റ്യൻ വരിക. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. Despite having the aldehyde group, glucose does not give Schiff's test and it does not form the hydrogen sulfide addition product with sodium bisulfate, sodium hydrogen sulfate. അതായത് നിങ്ങൾക്ക് NCERTയിൽ നിന്നുള്ള അതേ സ്റ്റേറ്റ്മെന്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കാം. അപ്പൊ ജസ്റ്റ് ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ച കുട്ടികൾക്ക്, ഒന്ന് റീഡ് ചെയ്ത ആൾക്കാർക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും, അല്ലെ? ഈസി ആയിട്ട് ഇതാ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കൊടുക്കുക. സോഡിയം ബൈസൾഫേറ്റുമായിട്ടും ഷിഫ് റിയേജന്റുമായിട്ടും ഗ്ലൂക്കോസ് റിയാക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. സോ ബിയും ഇയുമാണ് ആൻസർ. ബിയും ഇയുമായിട്ട് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ജസ്റ്റ് റീഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് 3 ഐസോമറിക് പെൻറ്റെയ്ൻസ് ഫോളോ ദി ഓർഡർ. ഇത് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് +1 കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്, ഹൈഡ്രോ കാർബണിലെ ക്വസ്റ്റ്യൻ ആണ്. മക്കളെ, എക്സാമ്പിൾ പോലും മാറാതെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചോദ്യം കിടപ്പുണ്ട്.
എക്സാമ്പിൾ പോലും മാറിയിട്ടില്ല. അതേപോലെ അവരുടെ ബോയിലിംഗ് പോയിന്റ്, ആൽക്കീന്റെ ബോയിലിംഗ് പോയിന്റ് പറയുന്ന ഈ ഒരു പാരഗ്രാഫ്, കെമിക്കൽ പ്രോപ്പർട്ടീസിന് തൊട്ട് മുൻപിലായിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ് വായിച്ച കുട്ടികൾക്ക് ഇതേ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ NCERT വരികൾക്കിടയിൽ പോലും ലൈൻ ബൈ ലൈൻ നമ്മൾ വായിക്കണം. അതിനിടയിൽ പോലും നമ്മളുടെ ഓരോ മാർക്കും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അനദർ എക്സാമ്പിൾ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഈ വർഷത്തെ 25 നീറ്റ് കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഡാൽട്ടൺസ് അറ്റോമിക് തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഇതിൽ ഏതാണ് ഡാൽട്ടൺസ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതിരുന്നത്? സോ നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ ഡാൽട്ടന്റെ അറ്റോമിക് തിയറി തന്നിട്ടുണ്ട്. അവിടെ എടുത്തു പറയുന്നുണ്ട് ഈ പോസ്റ്റുലേറ്റ്സ് മാത്രം വായിച്ചു നിർത്തിയ കുട്ടികൾ കാണും. ആ പോസ്റ്റുലേറ്റ്സിന് ശേഷം എടുത്തു പറയുന്നുണ്ട് ഡാൽട്ടൺസ് തിയറി കൂടെ എക്സ്പ്ലെയിൻ ദ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചു? ഡാൽട്ടന് സാധിച്ചു. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡാൽട്ടന് സാധിച്ചു. അവിടെ തന്നെ പറയുന്നുണ്ട് ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ലോസ് ഓഫ് ഗേഷ്യസ് വോളിയം. ക്വസ്റ്റ്യൻ എന്താണ്? ഡാൽട്ടൺസ് അറ്റോമിക് തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്. ആൻസറിലുണ്ട് ലോ ഓഫ് ഗേഷ്യസ് വോളിയം. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ച കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ കിട്ടുകയാണ്. 25 നീറ്റ് കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ NCERTയിൽ നിന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചു വെച്ച കുട്ടികൾക്ക്, റീഡ് ചെയ്ത കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ എഴുതാനായിട്ട് സാധിച്ചു. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടും ഇൻഡിറക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും NCERT ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാമിന് വരിക. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെ ഡയറക്റ്റ് വരും എന്നല്ല. എന്താണെങ്കിലും NCERTയിലെ കോൺസെപ്റ്റുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ന്യൂമറിക്കൽസ് വരുന്ന ടൈം ആണെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ന്യൂമറിക്കൽസ് വരിക. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ആണെങ്കിൽ ബയോളജി പോലെ തന്നെ വായിച്ച വരികൾക്കിടയിൽ നിന്ന് ആൻസർ എടുക്കാൻ നമുക്ക് സാധിക്കും. യെസ്, ഇനി NCERT നിങ്ങൾ വായിക്കണം. അതാണ് ഏറ്റവും പ്രൈമറി ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇസ് ഫോർ NCERT. ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നെങ്കിലും അത് NCERTയിൽ എന്താണോ അതിന്റെ ആൻസർ അതായിരിക്കും NTA കറക്റ്റ് ആൻസർ ആയിട്ട് പരിഗണിക്കുക. അല്ലാണ്ട് വേറൊരു ഗൈഡിൽ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. NCERTയിൽ എന്താണോ അതായിരിക്കും അവർ പ്രൈമറി ആയിട്ട് കൺസിഡർ ചെയ്യുക. യെസ്, അതിനൊരു എക്സാമ്പിൾ പറയാം. ഇനി NCERT വായിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെന്ന് വിചാരിച്ചു. ഇപ്പൊ റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സിനോടൊക്കെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് NCERTയുടെ താഴെ, ടെക്സ്റ്റ് ബുക്കിന്റെ താഴെ കാണാൻ സാധിക്കും റീപ്രിന്റ് 2025-26. അത് തന്നെ നിങ്ങൾ വായിക്കുക. ഇപ്പൊ ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ചില ചേഞ്ചസ് വന്നിട്ടുണ്ട് NCERTയിൽ. ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ആകെ മൊത്തം ചാപ്റ്റർ എടുത്ത് മാറിയെന്നൊന്നുമല്ല. അതിൽ ചില ചാപ്റ്ററിൽ ചില ടോപ്പിക്കുകൾ, ചില സെന്റൻസുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ കെമിസ്ട്രി NCERT ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ പറയാം. അപ്പൊ എന്തായാലും വായിക്കുമ്പോൾ ന്യൂ NCERT തന്നെ വായിക്കുക, മസ്റ്റ് ആണ്. അതിന്റെ പ്രൂഫ് എന്താണ്, അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 24 നീറ്റ് എക്സാം നടന്ന ടൈമിൽ ഫസ്റ്റ് നീറ്റ് റിസൾട്ട് വരുമ്പോൾ 67 കുട്ടികൾക്ക് ഫുൾ അതായത് 720 ഔട്ട് ഓഫ് 720 ഉണ്ടായിരുന്നു. 720 മാർക്ക് ഉണ്ടായിരുന്നു 67 സ്റ്റുഡൻസിന്. പക്ഷെ മക്കളെ റിസൾട്ട് വരുന്ന സമയത്ത് ഇതിൽ 44 പേർക്ക് ഫുൾ A+ നഷ്ടപ്പെട്ടു. അതിന്റെ റീസൺ എന്താണെന്നറിയോ? ഫിസിക്സിലെ ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ടാണ് ഇത്രയും കുട്ടികൾക്ക് അവരുടെ ഫുൾ മാർക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല നെഗറ്റീവ് മാർക്ക് കൂടെ ആയിട്ട് അവർ റാങ്ക് ലിസ്റ്റിൽ പിന്തള്ളപ്പെടാൻ റീസൺ ആയത്. സോ ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നമ്മുടെ NTA ആദ്യമായിട്ട് ആൻസർ കീ പറയുന്ന ടൈമിൽ ഓപ്ഷൻ 3 കറക്റ്റ് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്തു. പിന്നീട് ഓപ്ഷൻ 1 കൂടി കറക്റ്റ് ആക്കാം. എൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓൾഡ് NCERTയിലും ന്യൂ NCERTയിലും രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഈ 2 ആൻസറും കറക്റ്റ് ആയിട്ട് വരും. ആ ഒരു ക്ലെയിമിന്റെ പുറത്ത് NTA എന്ത് ചെയ്തു? 2 ആൻസേഴ്സും കറക്റ്റ് ആക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ 2 ആൻസേഴ്സും കറക്റ്റ് ആയിട്ട് അവർ റിസൾട്ടും പബ്ലിഷ് ചെയ്തു. എന്നാൽ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം NTAയുടെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്ന സമയത്ത് ഓൾഡ് NCERTയിൽ ഉണ്ടായിരുന്ന ഈ ഓപ്ഷൻ അവർ ഒഴിവാക്കി. ഓക്കെ, ഓൾഡ് NCERTയിലെ ഈ ഓപ്ഷൻ ഒഴിവാക്കി ന്യൂ NCERTയിലുള്ള ഈ 3rd ഓപ്ഷൻ എഴുതിയവർക്ക് മാത്രം അവർ മാർക്ക് കൊടുത്തു.
അതോടെ 44 കുട്ടികൾക്ക് 720 കിട്ടിയ 44 കുട്ടികളുടെ ഫുൾ മാർക്ക് നഷ്ടപ്പെട്ട് അവരുടെ റാങ്ക് ലിസ്റ്റിൽ പിന്തള്ളപ്പെട്ടു. എങ്ങനെ പിന്തള്ളപ്പെടും? അവരുടെ 4 മാർക്ക് പോയി, പ്ലസ് നെഗറ്റീവ് മാർക്ക് ഒന്നും പോകും. ഒരു ആൻസർ നമ്മൾ തെറ്റിച്ചാൽ -1 മാർക്ക് ഉണ്ടല്ലേ, സോ അവർക്ക് 5 മാർക്സ് പോയി. നീറ്റില് ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റാ. ഒറ്റ മാർക്കിന് നിങ്ങൾ എത്രയോ റാങ്ക് പിന്നിലേക്കായിരിക്കും പോവാന്നറിയാമല്ലോ അല്ലെ? ഓൾറെഡി എഴുതിയ ആൾക്കാർക്കറിയാം, ഒറ്റ മാർക്കിന്റെ ഡിഫറൻസിൽ തന്നെ അത്രയും റാങ്ക് നമ്മൾ ബാക്കിലേക്ക് അടിക്കും. സോ 5 മാർക്ക് നഷ്ടപ്പെട്ടപ്പോൾ റാങ്ക് ലിസ്റ്റിൽ അവർ അത്രയും ബാക്കിലേക്ക് പോയി. കാരണം അവർ ഓൾഡ് NCERT വായിച്ച കുട്ടികളുണ്ടാവും, ന്യൂ വായിച്ച കുട്ടികളുണ്ടാവും. അതിൽ രണ്ടും കറക്റ്റ് ആയിട്ട് ആദ്യം കൺസിഡർ ചെയ്തു, പക്ഷെ പിന്നീട് ന്യൂ NCERT മാത്രമാണ് കറക്റ്റ് ആയിട്ട് എടുത്തത്. അപ്പൊ എപ്പോഴും ഫോളോ ചെയ്യുമ്പോൾ ഈ വരുന്ന റീപ്രിന്റുകൾ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നല്ല, അത് തന്നെ പഠിക്കുക, അത് തന്നെ വായിക്കുക എന്നുള്ളതാണ്. കാരണം അൾട്ടിമേറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യമാണ് 24-ൽ കൺസിഡർ ചെയ്തത്. രണ്ടും എന്ത് ചെയ്തില്ല, കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തില്ല, ന്യൂ ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഈ ഒരു മാർക്ക് എക്സ്പെക്ട് ചെയ്തിരുന്ന കുട്ടികളെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും മാർക്ക് എക്സ്പെക്ട് ചെയ്തിരുന്നവരുടെ 4 മാർക്ക് പോയിന്ന് മാത്രമല്ല, 1 മാർക്ക് ഉൾപ്പെടെ, നെഗറ്റീവ് മാർക്ക് ഉൾപ്പെടെ 5 മാർക്ക് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതൊരിക്കലും നിങ്ങൾ ആവർത്തിക്കരുത്. അപ്പൊ NCERT നന്നായിട്ട് വായിക്കുക, അതാണ് നിങ്ങളുടെ ബേസ്. ഓക്കെ, NCERT കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എക്സ്ട്രാ റീഡിങ്ങിലേക്ക് പോവുക. NCERT കവർ ചെയ്യാൻ തന്നെ ഒരു നല്ല ടൈം എടുക്കും എന്നറിയാം. യെസ്, അതിനുശേഷം നിങ്ങൾ എക്സ്ട്രാ റീഡിങ്ങിലേക്ക് പോവുക മക്കളെ. അപ്പോൾ പോകുന്ന ടൈമിൽ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കണം, എപ്പോഴും നമ്മളുടെ ന്യൂ NCERT നമ്മൾ ഫോളോ ചെയ്യുക. കെമിസ്ട്രിയിലും ബയോളജിയിലും വന്ന ചേഞ്ചസ് ഒക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അശ്വിനി മിസ്. യെസ്, കെമിസ്ട്രിയിലും ചില ചേഞ്ചുകൾ വന്നിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കെമിസ്ട്രിയുടെ സിലബസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ NCERTയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അത് ഓൺഗോയിങ് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ, നന്നായിട്ട് NCERT മനസ്സിലാക്കി വായിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ആദ്യം പ്രൈമറി ആയിട്ടൊന്ന് വായിക്കുക. കോൺസെപ്റ്റ്സ് ആവശ്യമാണ് നമുക്ക്, ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ നീറ്റ് എക്സാമിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സാം ടഫ് ആകുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നീറ്റ് എക്സാമിൽ ആദ്യ 100-ൽ എത്താൻ പോലും നമുക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ നിരാശകരമായ കാര്യമാണ്. കാരണം എക്സാം ടഫായെന്ന് കരുതി നമ്മൾ പിന്നിലാവണോ? വേണ്ട. കറക്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ, കറക്റ്റ് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് വളരെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ നമുക്കും എത്താൻ സാധിക്കും. 24-ൽ ഓൾ ഇന്ത്യ റാങ്ക് 1-ൽ നമ്മുടെ കേരളത്തിലെ സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. യെസ്, അപ്പോൾ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ബട്ട് നമ്മൾ ട്രൈ ചെയ്യണം. അപ്പോൾ ഒന്നും കൂടി അലോട്ട്മെന്റ് ലഭിക്കാത്തവർ നിരാശപ്പെടരുത്. നമ്മുടെ മുന്നിൽ അവസരമുണ്ട്. എനിക്കറിയാം നിങ്ങൾ എത്രമാത്രം എഫേർട്ടാണ് എടുത്തത്, എത്ര ഹാർഡ് വർക്കാണ് ചെയ്തതെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്രയും ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിലേക്ക് എത്താൻ സാധിച്ചില്ല. എന്ത് ചെയ്യാൻ സാധിക്കും? ഇനി അലോട്ട്മെന്റ് വരാനുണ്ട്, വെയിറ്റ് ചെയ്യുക. ഇനി നിർഭാഗ്യവശാൽ നമ്മൾക്ക് കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ ഡ്രീം ഇവിടെ ഉപേക്ഷിക്കുകയല്ല, നമ്മൾ മുന്നോട്ട് ഓടുക തന്നെയാണ്. യെസ്, അപ്പോൾ 26 ആണ് നമ്മുടെ എയിം. അത് നിങ്ങൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു എക്സാമിനേഷനാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത്. സോ വളരെ ഓറിയന്റഡ് ആയിട്ട് കറക്റ്റ് സ്ട്രാറ്റജീസ് ഫോളോ ചെയ്ത് 26 നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ. ബൈ.